Good morning and welcome to Doctor's Talk. ഒക്ടോബർ മാസം വേൾഡ് ബ്രസ്റ്റ് ക്യാൻസർ മന്ത് ആയിരുന്നു. ലോകത്തെല്ലായിടത്തും പിങ്ക് കളറിനെ ഒരു പ്രാധാന്യത്തോടുകൂടി കാണിച്ചുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ മന്ത് ആയിട്ട് ആചരിക്കുകയായിരുന്നു ഒക്ടോബർ മാസം. എയ്ഡ്സിന് റെഡ് റിബൺ എന്ന് പറയുന്നത് പോലെ ബ്രസ്റ്റ് ക്യാൻസറിനൊരു പിങ്ക് റിബൺ. അങ്ങനെ ലോകത്തുള്ള ബക്കിംഗ്ഹാം പാലസ്, ഈഫൽ ടവർ, വൈറ്റ് ഹൌസ് അങ്ങനെയുള്ള ഒരുപാട് മോണുമെന്റ്സിനെ പിങ്ക് കളറിൽ ഇലുമിനേറ്റ് ചെയ്തുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗത്തിന്റെ ഒരുപാട് മരണങ്ങൾ സൃഷ്ടിക്കുന്ന മാരകമായ രോഗത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മരണകാരണമാകുന്ന രോഗങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. ആ രോഗത്തെ ഒരുപാട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവയർനെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ മന്ത് ആയിട്ട് ആചരിക്കുകയായിരുന്നു ഒക്ടോബർ മാസം. പക്ഷേ ഡോക്ടർ, എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പരിപാടികളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഈവൻ നമ്മളിവിടെ ഇപ്പം കഴിഞ്ഞ മാസം ഒക്ടോബറിൽ ബ്രസ്റ്റ് ക്യാൻസർ മന്തിന് ഒരു ഓങ്കോളജിസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു എന്റെ കൂടെ. ഞങ്ങൾ അതിന് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസിനെ കുറിച്ച് സംസാരിച്ചു. നൗ യു ആർ ഹിയർ ഒരു പ്രാവശ്യം കൂടെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ. ഇതിനു മുമ്പുള്ള വർഷങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ദൃശ്യമാധ്യമങ്ങളിലും റിട്ടേൺ മാധ്യമങ്ങളിലും ഒക്കെ ഇങ്ങനെയുള്ള അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇതിന് എത്രത്തോളം പ്രസക്തി അല്ലെങ്കിൽ എത്രത്തോളം ആ അവയർനെസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വളരെ സംശയമുണ്ട്. കാരണം ഇന്നും നമ്മൾ കാണുന്നുണ്ട് ക്യാൻസറിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത, ക്യാൻസർ കൊണ്ടു നടക്കുന്ന, പരിശോധനകൾ നടത്താത്ത, വളരെ വൈകിയ സ്റ്റേജിൽ മാത്രം ക്യാൻസർ തിരിച്ചറിഞ്ഞ് ഡോക്ടറെ തേടിയെത്തുന്ന പേഷ്യൻസ് ഇന്നും ഒരുപാടുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫലവത്താവുന്നുണ്ട് എങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഡോക്ടറെ കാഴ്ചപ്പെടുന്നതിനെ കുറിച്ച് നിങ്ങൾ വീണ്ടും ഒരു സർജിക്കൽ ഓങ്കോളജിസ്റ്റിനെ ഈ ക്യാൻസറിനെ പറ്റി പറയാൻ വിളിച്ചു വരുത്തിയപ്പോൾ അതിന്റെ അർത്ഥം തന്നെ ഈ എത്ര നമ്മൾ ഡിസ്ക്ലോഷേഴ്സ് ടെലിവിഷൻ ചാനലിലോ പത്രമാധ്യമങ്ങളിൽ നടത്തിയാൽ പോലും ഗ്രാസ് റൂട്ട് ലെവൽ നമ്മുടെ നാട്ടിൽ, അതാണ് എന്റെ ഇമ്പോർട്ടന്റ് കാര്യം. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള സാമൂഹികമായ പശ്ചാത്തലവും നമ്മുടെ സമൂഹത്തിലുള്ള പശ്ചാത്തലവും അമ്പേ വ്യത്യാസമാണ്. ഭയങ്കര വ്യത്യാസമുണ്ട് തമ്മിൽ. നമ്മൾ എന്തൊക്കെ അവയർനെസ്സുകളെ ഏതെല്ലാം തലങ്ങളിൽ കൂടെ കൊടുത്താലും അതൊരു അവയർനെസ് ലെവലിൽ ഇങ്ങനെ പോകുന്നതല്ലാതെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് വളരെയധികം സംശയമാണ്. കാരണം ഇന്നും ഏതാണ്ട് ഒരു 40% സ്ത്രീകളും ചികിത്സിച്ചാൽ ഭേദമാവാത്ത സ്ഥിതിയിലാണ് ബ്രസ്റ്റ് ക്യാൻസർ കൊണ്ട് ഇന്നും വരുന്നത്. അതിന്റെ അർത്ഥം ഇത്തരത്തിലുള്ള അവയർനെസ്സുകൾ മാത്രം മതിയോ, അതോ നമ്മൾ അല്പം കൂടെ കടന്ന് ചിന്തിച്ചിട്ട് ഇത് താങ്കൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മരണമുണ്ടാക്കുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. 6 സ്ത്രീകളിൽ ഇന്ന് സ്തനാർബുദത്തിന് സാധ്യതയുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ഇന്ത്യയിൽ ഇത് വെറും 10 വർഷം കഴിയുമ്പോഴേക്കും ഒരു 3-1 വീണ്ടും കുറഞ്ഞേക്കാം. അത്രയ്ക്കും പ്രസക്തിയുള്ളൊരു വിഷയം. അപ്പൊ എന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇത് ഇങ്ങനെ പോയാൽ പറ്റില്ല. ഇതുകൊണ്ട് വലിയ വിശേഷമൊന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ സ്കൂൾ തലങ്ങൾ മുതൽ കോളേജ് തലങ്ങളിലൊക്കെയും മാത്രമല്ല പ്രൊഫഷണൽ കോളേജിന്റെ തലങ്ങളിൽ ഇതിനെപ്പറ്റി അവയർനെസ് ഇന്നുമില്ല. അതാണൊരു വലിയ വേദനാജനകമായ കാര്യം. അലോപ്പതി കോഴ്സ് ആണെങ്കിലോ ഹോമിയോപ്പതി കോഴ്സ് ആണെങ്കിലോ ആയുർവേദിക് കോഴ്സ് ആണെങ്കിലോ എല്ലാം അവസാനം ഡോക്ടർമാരായിട്ടാണല്ലോ പുറത്തിറങ്ങുന്നത്. അവരുടെ പോലും നമുക്ക് സ്തനാർബുദത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയോ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എങ്ങനെ ഇപ്പൊ ഒരു ക്ലിനിക്കിൽ ഒരു ഡോക്ടറെ കാണാൻ, ഒരു പേഷ്യന്റിനെ കാണാൻ, ഡോക്ടറെ കാണാൻ ഒരു പേഷ്യന്റ് എത്തുക എന്ന സ്ഥിതിയിൽ സ്തനാർബുദമായിട്ടായിരിക്കില്ല വരുന്നത്. എങ്കിൽ പോലും അവരിലൂടെയെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള പലരിൽ കൂടെ ആൾക്കാരിലൂടെ ഈ മെസ്സേജ് ഒന്ന് ഷെയർ ചെയ്യാൻ നമ്മൾ ഈ മാസമെങ്കിലും ശ്രമിക്കുമായിരുന്നെങ്കിൽ എത്രയോ അധികം ആൾക്കാരിൽ ഇതെത്തിയേനെ. പലപ്പോഴും നമ്മളൊരു റോഡ് ഷോയോ അതല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്രൂപ്പിൽ പോയി ചെയ്താലും അത് ആ ദിവസം കൊണ്ട് അത് മറന്നുപോകും. ഒരിക്കലും ഇതൊരു ഓൺ ഗോയിങ് ആയിട്ട് വരുന്നില്ല. എന്ത് കാര്യങ്ങളും ഓൺ ഗോയിങ് ആയിട്ട് ഗവൺമെന്റ് തലങ്ങളിൽ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യാത്തൊരു കാര്യം ഒരിക്കലും സസ്റ്റെയിൻഡ് ആയിരിക്കും. ഇത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ, ഇതിനൊരു അവയർനെസ് എന്ന രീതിയിൽ നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഏത് രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത്? ഞാൻ ബേസിക് സിംറ്റംസിനെ കുറിച്ചാണോ, അതിന്റെ റിസ്കിനെ കുറിച്ചാണോ, എന്താണ് ഈ സംഗതി ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ എന്താണ് ചെയ്യേണ്ടത്, ഒരു സ്ക്രീനിങ്ങിനെ കുറിച്ചാണ്, എന്തിനെ കുറിച്ചാണ് ചെയ്യേണ്ടത്? സാമാന്യമായിട്ടുള്ള ആൾക്കാരിലേക്ക് ഇതിനെ എത്തിക്കേണ്ടതിന്റെ പ്രാരംഭ പടി എന്ന് പറയുന്നത് ഇങ്ങനൊരു അസുഖം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. പലർക്കും അറിയില്ലല്ലോ സ്തനാർബുദത്തെ പറ്റി. വരുമ്പോഴായിരിക്കും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് അറിയുന്നത്. അഥവാ എഡ്യൂക്കേറ്റഡ് ആൾക്കാരിൽ പോലും അങ്ങനെ ഒരു ഇൻ ഡെപ്ത് നോളജ് ഇല്ല. മാത്രമല്ല എല്ലാ മുഴകളും ക്യാൻസറും അല്ല. 80% ബ്രസ്റ്റിലുണ്ടാകുന്ന മുഴകളും ക്യാൻസർ ആയിരിക്കത്തില്ല. അപ്പൊ ഇതിന് ഒരു ശാസ്ത്രീയമായ അടിസ്ഥാനത്തിലുള്ള നോളജ് സ്കൂൾ തലങ്ങളിൽ ആരംഭിക്കണം. നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാവണം. അപ്പൊ എല്ലാ കുട്ടികളും ഇത് പഠിക്കും.
എല്ലാവരും വായിക്കും. അപ്പൊ ഇങ്ങനെ സ്തനാർബുദം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്, അല്ലെങ്കിൽ അർബുദം എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട്. ഇത് ഇന്ന് ലോകത്തിൽ വളരെ കോമണായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കോമണായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെപ്പറ്റി അല്പം കൂടെ നമ്മുടെ സമൂഹത്തിൽ നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ കരിക്കുലം സെറ്റ് ചെയ്യണം. കാര്യം വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ആയിക്കഴിഞ്ഞു. നമ്മളും അങ്ങനെ ഫോളോ ചെയ്താൽ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും. അപ്പൊ നമ്മൾ ജീവിച്ചു പോകുന്ന കൂട്ടത്തിൽ ആർക്കും വരാവുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. പക്ഷെ അതിന് മുമ്പേ തന്നെ നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവും. ഇത് പിങ്ക് മന്തിൽ മാത്രം കൊടുക്കുന്ന ഒരു നോളജായി മാറരുത്. ഇത് ഓൺ ഗോയിങ് പ്രോജക്റ്റായിട്ട് മാറണം. ഇനിയിപ്പോ നമുക്ക് അതിലേക്ക് വരാം, സബ്ജക്റ്റിലേക്ക് വരാം. ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, ഇൻ ജനറൽ ക്യാൻസർ ഇപ്പോൾ ഒരു ഭയങ്കരമായ ഒരു ആരോഗ്യ പ്രശ്നമായി മാറിക്കഴിഞ്ഞു. ഈ മാസം ബ്രസ്റ്റ് ക്യാൻസർ മന്ത് ആയതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം വരാൻ സാധ്യതയുള്ള ഒരു വലിയൊരു റിസ്ക് ഗ്രൂപ്പ് ഉണ്ടോ, അതോ ആർക്കും വരാമോ? വലിയൊരു റിസ്ക് ഗ്രൂപ്പ് ഉണ്ട്. എന്നാൽ പഠനങ്ങൾ പറയുന്നത് ഏതാണ്ട് 80 മുതൽ 90% ബ്രസ്റ്റ് ക്യാൻസറുകളും സ്പൊറാഡിക് എന്നാണ് പറയുന്നത്. അതിന് പ്രത്യേക കാരണങ്ങൾ ഒരുപക്ഷെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും. എല്ലാ ക്യാൻസറിനും ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും. പക്ഷേ കൂടുതൽ സാധ്യത വരുന്ന ആൾക്കാരുണ്ട്. അതായത് പരമ്പരാഗതമായ ഒരു കുടുംബത്തിൽ പലർക്കും സ്തനാർബുദം വന്ന ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അവർക്ക് സാധ്യത കൂടുതലാണ്. അതുപോലെ ഇന്ന് ഇങ്ങനെ റിസ്ക് ഉള്ള ഗ്രൂപ്പിൽ നമ്മൾ ജനറ്റിക് ടെസ്റ്റിംഗ് നടത്തി നോക്കും. അങ്ങനെ ജനറ്റിക് ടെസ്റ്റിംഗ് നടത്തി കഴിയുമ്പോൾ BRCA1, BRCA2 എന്ന് പറയുന്ന ജനിതകമായ വൈകല്യങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അവരിൽ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സ്ഥൂല പ്രകൃതിയുള്ള ആൾക്കാര്, വളരെ നേരത്തെ ഋതുമതികളായ പെൺകുട്ടികൾ, വളരെ താമസിച്ച് മാസം പുറത്തിരുന്ന ആൾക്കാര്, മുലയൂട്ടാത്ത അമ്മമാര്, ഒരിക്കലും ഗർഭിണികളായിട്ടില്ലാത്ത സ്ത്രീകൾ, അതുപോലെ തന്നെ ഒരു സ്ഥാനത്തിൽ സ്തനാർബുദം വന്ന ആൾക്കാര്, ഇവരെല്ലാം ഹയർ റിസ്ക് ആൾക്കാർ. ഇന്ന് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരുപക്ഷെങ്കിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മാസവുമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ ടൈംസ് ഓഫ് ഇന്ത്യ വന്നിരുന്നു. അതായത് 30 വയസ്സിന് താഴെയുള്ള സ്ത്രീകളിലെ സ്തനാർബുദം ഇന്ന് ഭയാനകമായി കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഒരു വലിയൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ്. അതിന്റെ അർത്ഥം പണ്ട് കാലങ്ങളിൽ നമ്മൾ 50 വയസ്സിലോ 60 വയസ്സിലോ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്ന ഒരു ക്യാൻസർ ഇന്ന് 30 വയസ്സിന് താഴെ വരുന്നു പറഞ്ഞ അർത്ഥം ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിക്കഴിഞ്ഞു, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാറിക്കഴിഞ്ഞു, ഹോർമോണൽ മെക്കാനിസം മാറിക്കഴിഞ്ഞു. ആ സ്ഥിതിക്ക് പ്രസക്തി വളരെ കൂടുതലാണ്. കാരണം ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ കൊണ്ടാണെന്ന് പറഞ്ഞെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാരെ സുഖപ്പെടുത്താൻ സാധിക്കുന്നതും ഇന്ന് ബ്രസ്റ്റ് ക്യാൻസർ സാധ്യമാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രസക്തി. തിരിച്ചു വരാം ഡോക്ടർ ന്യൂരോഷ്. വെൽക്കം ബാക്ക്. ഡോക്ടർ, നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ അവയർനെസിനെ കുറിച്ച് പറഞ്ഞു. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരുന്ന ക്യാൻസർ എന്നതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചികിത്സാ സാധ്യത അല്ലെങ്കിൽ ക്യൂർ സാധ്യതയുള്ള ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് വേണമെങ്കിൽ പറയാം, അലോങ് വിത്ത് തൈറോയ്ഡ് ക്യാൻസർ. അപ്പം ഈ ഒരു സ്ക്രീനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനകത്ത്? ഡോക്ടർ, സ്ക്രീനിംഗ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പുറമേ പ്രകടമായി ക്യാൻസർ ഉണ്ട് എന്നുള്ള യാതൊരു ലക്ഷണങ്ങളും ഇല്ലാത്ത ആൾക്കാരിൽ നമ്മൾ ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പ്രയോഗിക്കുന്ന മെത്തേഡ്സിനെയാണ് സ്ക്രീനിംഗ് എന്ന് പറയുന്നത്. ആക്ച്വൽ ക്യാൻസർ വന്നാൽ അതിന് പറയുന്ന വാക്കല്ല സ്ക്രീനിംഗ്. അതിന്റെ അർത്ഥം നമുക്ക് ഈ സാധ്യത കൂടുതലുള്ള ആൾക്കാർ. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഏജിംഗ്, പ്രായം കൂടുക എന്ന് പറയുന്നതിന് ഇന്ന് ക്യാൻസറിന്റെ ഒരു കാരണമാണ്. അതായത് ഒരു 45-50 ഇയേഴ്സ് വരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാളിനെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മാമോഗ്രാം ചെയ്തിരിക്കണം. അതിന്റെ അർത്ഥം ഒരു 45 വയസ്സൊക്കെ ആകുമ്പോൾ 50 വയസ്സാകുമ്പോഴേക്കും ഒരു മാമോഗ്രാം ആവശ്യമാണ് ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച്. എന്നാൽ ഹയർ റിസ്ക് ആൾക്കാരിൽ ഇതേ ടെസ്റ്റുകൾ, മാമോഗ്രാം മാത്രമല്ല വേറെ പല ടൂൾസും നമുക്കിന്ന് ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതൊക്കെ നമുക്ക് ആ ആവശ്യമനുസരിച്ച് പ്രയോഗിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ മെഡിക്കൽ ടെക്നോളജിക്കൽ നോ ഹൗ നമുക്ക് ഉള്ളപ്പോൾ അത് ഉപയോഗിക്കണം. അങ്ങനെ നമുക്കത് നേരത്തെ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഹയർ റിസ്ക് ഉള്ള ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാരെ അപേക്ഷിച്ച് സ്ക്രീനിങ് ഒരു മീഡിയയിൽ കൂടെയോ ഒരു ഫ്രണ്ട് സർക്കിളിലോ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറയും. അതായത് സ്ത്രൈണ സൗന്ദര്യത്തിന്റെ മുഖമുദ്രയായ ആ ഒരു സിംബൽ ഓഫ് ഫെമിനിറ്റി, അതിന്റെ ലക്ഷണമെന്ന് പറയുന്ന ബ്രസ്റ്റ്, അതിനെ മുറിച്ചു മാറ്റിക്കഴിഞ്ഞിട്ടുള്ള ജീവിതം, സൈക്കോളജിക്കൽ ട്രോമ, അതിനെപ്പറ്റിയുള്ള ആ ഒരു ഭീകരത, പിന്നെ ടെലിവിഷൻ ചാനലിലും സിനിമയിലൊക്കെ കാണിക്കുന്ന ക്യാൻസറിനെ പറ്റി കാണിക്കുന്ന ഒരു ബീഭത്സമായ ഒരു മുഖം, ഇതെല്ലാം ഒരു പക്ഷെങ്കിൽ കാരണമാകും. കാര്യം എല്ലാവരും മെഡിക്കലി നോളജുള്ള ആൾക്കാരായിരിക്കത്തില്ലല്ലോ. സാധാരണ ഒരു വ്യക്തി നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ കാണുന്ന സോഴ്സിൽ കൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ ആയിരിക്കും അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അപ്പം സ്തനാർബുദം വന്നാൽ സ്തനം മുറിച്ചു മാറ്റേണ്ട കാര്യമേ ഇല്ല എന്നൊരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന എല്ലാ അവയർനെസ്സും മീനിങ് ഫുൾ ആവും. അതിന്റെ അർത്ഥം നമുക്ക് സാധാരണ ഒരു അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്ന പോലെ, സുഖമാക്കുന്ന പോലെ അവയവങ്ങൾ നഷ്ടപ്പെടാതെ
സ്ത്രൈണ സൗന്ദര്യവും കൊടുത്തുകൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊരു വലിയ ഇൻഫർമേഷനാണ്. ഈ ഇൻഫർമേഷൻ ചെന്ന് കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞതുപോലെ കൂടുതൽ ആൾക്കാർ ഇതേപ്പറ്റി ചിന്തിക്കാനും പഠിക്കാനും നേരത്തെ തന്നെ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് വരാനും തയ്യാറാവും. നമുക്ക് തിരിച്ചു വരാം, ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ ഈ എന്താ പറയുക, ഇതിനെക്കുറിച്ചൊരു അവയർനെസ്, അതായത് ഈ ട്രീറ്റ്മെന്റിന്റെ ഫിലോസഫി മാറി എന്നുള്ളതിനെ കുറിച്ചൊരു അവയർനെസ് കൊടുക്കണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അത് അത്യാവശ്യമാണ്. അത് പോട്ടെ, അതവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും ഇപ്പൊ ഈ ലേറ്റർ സ്റ്റേജിൽ ഒരു വലിയ ട്യൂമറുമായി വരുന്ന ബ്രസ്റ്റിലൊരു വലിയ ട്യൂമർ, അതായത് ബിഗിനിങ് സ്റ്റേജിൽ കണ്ടുപിടിക്കുകയോ അത് തോന്നിയതിന് ശേഷം ട്രീറ്റ്മെന്റിന് പോകാതിരിക്കുകയോ ചെയ്ത ഒരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് സ്റ്റേജിലേക്ക് മാറിയ ഒരു ട്യൂമറുമായിട്ട് വരുന്ന ഒരാൾക്ക് എന്ത് ട്രീറ്റ്മെന്റാണ് ഓഫർ ചെയ്യാൻ പറ്റുക? ഇതൊരു വലിയൊരു നല്ല ക്വസ്റ്റ്യൻ. കാരണം ആദ്യം ഞാൻ സൂചിപ്പിച്ച പോലെ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഇന്ന് ഈ സ്തനാർബുദ അല്ലെങ്കിൽ അർബുദ ചികിത്സയുടെ എല്ലാ ഏരിയയിലും വന്നു കഴിഞ്ഞു. സർജിക്കൽ ഫീൽഡായി, മെഡിക്കൽ ഫീൽഡായി, റേഡിയേഷൻ ഫീൽഡായി, പുതിയ ടെക്നോളജിയും പുതിയ കാര്യങ്ങളും. അപ്പം പണ്ട് കാലത്ത് നമുക്കുണ്ടായിരുന്ന ധാരണ ഓപ്പറബിൾ സ്റ്റേജ്, അതായത് ഓപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് സുഖമാക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി, സ്റ്റേജ് 1, സ്റ്റേജ് 2 എന്ന് പറയും. ഇതിനപ്പുറം ഒരാൾ പോയി കഴിഞ്ഞാൽ ഫിനിഷ്ഡ്. ഇതായിരുന്നു കൺസെപ്റ്റ്. അവിടെ നിന്ന് ഈ ഇപ്പം ആദ്യം ഡോക്ടർ പറഞ്ഞില്ലേ, സ്തനാർബുദത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്ന് പരീക്ഷണങ്ങളും ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന സ്തനാർബുദമാണ്. കാര്യം അത് കോമണസ്റ്റ് ക്യാൻസറാണ്. അപ്പൊ അതിൽ നിന്നാൽ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു സ്റ്റേജ് 3 ക്യാൻസർ ആവുന്ന ഒരു പേഷ്യന്റിനെ പോലും നമുക്ക് ഷ്രിങ്ക് ചെയ്ത് ട്യൂമറിനെ ഒറിജിനൽ സ്ഥിതി കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഒരു 5 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ വലിപ്പമുള്ളൊരു മുഴ ആദ്യമേ അപ് ഫ്രണ്ടായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാതെ അവർക്ക് മരുന്ന് കൊടുത്ത്, കീമോതെറാപ്യൂട്ടിക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഷ്രിങ്ക് ചെയ്തിട്ട് ഒറിജിനൽ സ്റ്റേജിൽ വരും. സ്റ്റേജ് 1 ആയിട്ട് മാറ്റാൻ പറ്റും. അവരിൽ പോലും നമുക്ക് സ്തനാർബുദം എന്ന് വന്നു കഴിഞ്ഞാൽ സ്ഥലം മാറ്റാതെ ട്രീറ്റ് ചെയ്യാം. ഇതൊരു വലിയ നോളജാണ്. പല സ്ത്രീകളുടെയും 2 സൈക്കിൾ 3 സൈക്കിൾ കീമോതെറാപ്പി കൊടുത്തു കഴിയുമ്പോൾ ട്യൂമറേ കാണത്തില്ല. ഇതൊരു വലിയ നോളജാണ്. അതായത് മടിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഇന്ന് സ്ഥലം മാറ്റി ഉള്ളൊരു ചികിത്സയുടെ സ്ഥാനത്ത് സ്ഥലം വെച്ച് കൊടുത്തുകൊണ്ട് നല്ല ക്യൂർ കൊടുക്കത്തക്കോണം ട്രീറ്റ് ചെയ്യാൻ ഇന്ന് സ്തനാർബുദത്തിന്റെ ട്രീറ്റ്മെന്റ് സാധിക്കും. ഡോക്ടർ നേരത്തെ നിപ്പിൾ ഡിസ്ചാർജിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ നിപ്പിൾ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഡിറ്റക്ടബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഏതൊരു സ്ത്രീക്കും അവരുടെ നിപ്പിളിൽ നിന്ന് ഡിസ്ചാർജ് ഉണ്ടാകുന്നുണ്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിക്കുക കഴിഞ്ഞാൽ അവരെന്താ ചെയ്യേണ്ടത്? ഒരു കാലത്ത് നമുക്ക് ഈ നിപ്പിളിൽ നിന്ന് ഡിസ്ചാർജ് വരുന്ന ഫ്ലൂയിഡ് എടുത്തിട്ട് സൈറ്റോളജി എന്ന് പറയും ചെക്ക് ചെയ്ത് നോക്കുക. ഇന്ന് ആ സ്ഥാനത്ത് ഈ നമ്മുടെ എൻഡോസ്കോപ്പി ചെയ്യുന്ന കേട്ടിട്ടുണ്ടല്ലോ, മൂക്കിലേക്കുള്ള ട്യൂമർ എൻഡോസ്കോപ്പി ചെയ്യും, ഈസോഫാഗസിലുള്ള ഇതേ ടെക്നോളജി നമുക്ക് നിപ്പിളിനകത്തൂടെ എൻഡോസ്കോപ്പ് വഴി കടത്തിയിട്ട് ഡക്ട് എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ് പുതിയൊരു സംഗതി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാല് പുറപ്പെടുവിച്ച് വരുന്ന ഡക്റ്റിനകത്തൂടെ മൈക്രോസ്കോപ്പിക് എൻഡോസ്കോപ്പി കടത്തിയിട്ട് ട്യൂമറുള്ള ഭാഗത്ത് ചെന്നിട്ട് ഈ ട്യൂമറിനെ നേരത്തെ കണ്ടുപിടിച്ച് ഡയഗ്നോസ് ചെയ്ത് സൈറ്റോളജി എടുത്ത് ക്യാൻസർ ആണെങ്കിൽ ട്രീറ്റ് ചെയ്യാവുന്ന, ചെറിയ മുഴകളാണെങ്കിൽ ലേസറൈസേഷൻ വരെ ചെയ്യാവുന്ന ആധുനിക ചികിത്സകൾ ഇന്ന് വന്നു കഴിഞ്ഞു. അതായത് നമുക്കൊരു സിംറ്റം ഉണ്ടെങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് മുൻകൂട്ടി വരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഡോക്ടറെ, നമ്മളിപ്പം ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷന്റെ കാര്യം പറഞ്ഞല്ലോ. ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീക്ക് അവരുടെ ബ്രസ്റ്റിലോ സ്ഥലത്തിൽ ഒരു മുഴയുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള പരിശോധന. അങ്ങനെ പരിശോധന നടത്തി ഒരു സ്ത്രീ അവരുടെ ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ട് എന്ന് പറഞ്ഞു വന്നാൽ, നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ 80% മുഴകളും ക്യാൻസറസ് അല്ല എന്ന് പറഞ്ഞു. ഇത് ക്യാൻസറസ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? നല്ല ചോദ്യമാണ്. കാര്യം ഒരു സ്ഥലത്തിലുണ്ടാകുന്ന ഒരു മുഴയ്ക്കകത്ത് ഉള്ള കണ്ടന്റ് അത് ക്യാൻസറസ് ആണോ അത് നോൺ ക്യാൻസറസ് ആണോ എന്നതിനെ ആസ്പദമാക്കി നമ്മുടെ ചികിത്സ മുഴുവൻ മാറും. ഇപ്പം പണ്ട് കാലത്ത് നമ്മൾ ഈ ഒരു മുഴയും കൊണ്ട് ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലാണെങ്കിലോ മറ്റു ഹോസ്പിറ്റലോ എല്ലാവരും നമ്മൾ പറയുന്ന ആദ്യത്തെ ടെസ്റ്റിന്റെ പേരാണ് FNAC, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി. അത് ഇന്ന് വഴിമാറി കൊടുക്കുന്നത് ഒരു പുതിയ ടെക്നോളജിക്കാണ്. അതിന്റെ പേരാണ് കോർ ബയോപ്സി. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ശസ്ത്രക്രിയ ചെയ്യാൻ തീരുമാനിക്കുകയോ അതല്ല കീമോതെറാപ്പിയാണ് ആവശ്യം അല്ലെങ്കിൽ റേഡിയേഷൻ ആവശ്യം, എന്ത് ആവശ്യമുണ്ടെങ്കിലും അതിന് വളരെ മുമ്പ് തന്നെ ഈ ട്യൂമറിന്റെ എല്ലാ വിവരങ്ങളും, വെറും പത്തോളജി മാത്രമല്ല, ക്യാൻസർ ആണോ നോൺ ക്യാൻസറസ് ആണോ എന്ന് മാത്രമല്ല, ഇതിന്റെ ബിഹേവിയർ വരെ നമുക്കറിയാവുന്ന എല്ലാ ടെസ്റ്റുകളും ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെസ്റ്റാണ് കോർ ബയോപ്സി. ഈ കോർ ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇപ്പോൾ ക്ലിനിക്കലി നമുക്ക് ഓപ്പറബിൾ പേഷ്യന്റ് ആണെങ്കിൽ ഒരു കാരണവശാലും സ്ഥലം മാറ്റുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം ഔട്ട്ഡേറ്റഡ് ആണ്, സ്ഥലം മാറ്റുന്ന ചികിത്സ ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞു.
ഒരു വികസിത രാജ്യങ്ങളിലും ബ്രസ്റ്റ് ക്യാൻസറിന് ബ്രസ്റ്റ് മുഴുവൻ മുറിച്ചു മാറ്റുന്ന പരിപാടിയില്ല. കാര്യം നമുക്ക് ഈ ട്യൂമറിനെ പറ്റി എല്ലാ വിവരങ്ങളും ഈ കോർ ബയോപ്സി കൂടെ കിട്ടും. ഈ ട്യൂമർ എങ്ങനെ ബിഹേവ് ചെയ്യും, ഈ ആളിന് എങ്ങനെയായിരിക്കും ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്, എന്തൊക്കെ ആയിരിക്കണം ചെയ്യേണ്ടത്, ഇതെല്ലാം അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ബയോപ്സിയുടെ കാര്യത്തിൽ അത് തെറ്റിദ്ധാരണയാണോ മിത്താണോ യാഥാർത്ഥ്യമാണോ എന്ന് ഡോക്ടർ പറയണം. ഇപ്പൊ കോർ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ നീഡിലിട്ട് ആ ട്യൂമറിൽ നിന്നുള്ള സെൽസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ട്യൂമറിലുള്ളത് ശരിക്കും ക്യാൻസറസ് ആയിട്ടുള്ള സെൽസ് ആണെങ്കിൽ രക്തത്തിലൂടെ അല്ലെങ്കിൽ രക്തത്തിന്റെ ആ ശൃംഖലയിലൂടെ ഇത് ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഈ സെൽസ് പകരാനുള്ള ഒരു ചാൻസ് അല്ലേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനത്തെ കട്ട് ചെയ്യുന്നത്? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല. കാരണം നമ്മളൊരു കോർ ബയോപ്സി എടുത്താൽ നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത് വിതിൻ 24 hours ക്യാൻസർ ആണോ നോൺ ക്യാൻസറസ് എന്നറിയാം. ഇനിയും അത് ഓപ്പറേഷൻ അല്ല ആദ്യത്തെ സ്റ്റെപ്പ്, നമുക്ക് വലിയ ട്യൂമർ ആയിപ്പോയി അതിന് കീമോതെറാപ്യൂട്ടിക് മരുന്നാണ് കൊടുക്കേണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടണം ആണെങ്കിൽ ഈ അതിന്റെ പ്രോഗ്നോസ്റ്റിക് വേരിയബിൾസ് നമുക്കൊരു വിതിൻ 4-5 days എല്ലാ റിപ്പോർട്ടും കൈ കിട്ടും. 4-5 ദിവസം കൊണ്ട് ഒരിക്കലും ഈ ട്യൂമർ കോർ ബയോപ്സി എടുത്തതുകൊണ്ട് മാത്രം പടരുന്നൊരു സംഭവം ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ പേടിക്കേണ്ട കാര്യം ഒരിക്കലും ഉണ്ടാവും. അപ്പൊ ഏതായാലും നമ്മുടെ ഇപ്പൊ ക്യാൻസറിന്റെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ അവസാനത്തെ ചോദ്യം എന്നല്ല ഞാൻ ചോദിക്കുകയാണ്. ഒന്ന്, ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ പലതാണ്. ഡോക്ടർ പറഞ്ഞു ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ ഒരു പ്രിവെൻഷൻ ആസ്പെക്റ്റില് നമുക്ക് എന്തൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാലാണ് ഇതിനെ ഒഴിവാക്കി നിർത്താൻ പറ്റുന്നത്? ട്രീറ്റ്മെന്റിന്റെ കാര്യം പിന്നീടല്ലേ വരുന്നത്, നമ്മൾ ഒഴിവാക്കിയ ട്രീറ്റ്മെന്റ് വേണ്ടല്ലോ. അതാണ് എന്റെ ഏറ്റവും പെറ്റ് ടോപ്പിക്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ക്യാൻസർ പ്രിവെൻഷൻ സ്റ്റാർട്ട്സ് ഇൻ ദ കിച്ചൺ. എന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ്, ഈ 60% ഹ്യൂമൻ ക്യാൻസേഴ്സും ഫുഡ് റിലേറ്റഡ് ആയിരുന്നു. ഇതൊരു പുതിയ നോളജാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, എക്സസൈസ് ഇല്ലായ്മ, കൊഴുപ്പ് കലർന്ന ഭക്ഷണം, ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകാൻ വേണ്ടി അല്ലെ ഹോർമോണിനെ ഉദ്ദീപിക്കുന്ന രീതിയിലുള്ള ലൈഫ് ഫുഡ് ഹാബിറ്റ്സ്, ഫാസ്റ്റ് ഫുഡ്, ഇവയെല്ലാം ക്യാൻസറിന്റെ ഓരോ കാരണമാണ്. അതായത് ബ്രസ്റ്റ് ക്യാൻസറിന്റെ പ്രൈമറി കോസ് എന്ന് പറയുന്നത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഈസ്ട്രജന്റെ വേരിയേഷൻസ് ഉണ്ടാക്കുന്ന ഏത് ഫാക്ടറും അഡീഷൻ ടു ദ ജനറ്റിക് ഫാക്ടർ അതിനെ ക്യാൻസറിന് കൂടുതൽ സാധ്യത ഉണ്ടാക്കുമെന്നാണ് എല്ലാ പഠനങ്ങളും കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഫാക്ടേഴ്സ് നമുക്ക് ഈസ്ട്രജൻ ആ ഒരു ലെവലിനെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ ഇതെല്ലാം ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് പറഞ്ഞ ഫുഡ് ഹാബിറ്റ്സ്. വി ഷുഡ് കൺട്രോൾ അവർ വെയിറ്റ്. ഫാറ്റി ഫുഡ് ഷുഡ് ബി റെഡ്യൂസ്ഡ്. അതുപോലെ എക്സസൈസ് ഈസ് മാൻഡേറ്ററി. മിനിമം 30 minutes എ ഡേ എക്സസൈസ് ചെയ്യണമെന്നുള്ളത് പുരുഷനും സ്ത്രീക്കും എല്ലാവർക്കും ബാധകമാണ്. ഇങ്ങനെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് ക്യാൻസറിനെ തടയാൻ സാധിക്കും. ഒബീസിറ്റി എന്ന് പറയുന്നത് സ്തനാർബുദത്തിന്റെ ഒരു പ്രധാന കോസാണ്. സ്തനാർബുദത്തിന്റെ മാത്രമല്ല ഒരുമാതിരി എല്ലാ ക്യാൻസറിന്റെയും കോസ്. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഡോക്ടർ തോമസ് വർഗീസ്, അദ്ദേഹം എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ക്യാൻസർ സർജനാണ്. വളരെ വിശദമായിട്ടും വളരെ ബേസിക് ആയിട്ടുമുള്ള ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചും ക്യാൻസർ ഇൻ ജനറലും അദ്ദേഹം ഇവിടെ സംസാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒക്ടോബർ മാസം വേൾഡ് ബ്രസ്റ്റ് ക്യാൻസർ മന്ത് ആണ്. ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചുള്ള അവയർനെസ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന, ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ മരണകാരണമാകുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ. അതുപോലെ ഡോക്ടർ അതിന്റെ മറ്റൊരു വശവും പറഞ്ഞു, സ്ത്രീകളുടെ ക്യാൻസറുകളിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ സാധ്യതയുള്ള ക്യാൻസറുമാണ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും അപകടകാരിയും ഏറ്റവും ചികിത്സ വേണമെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സ സ്വീകരിക്കുകയാണ് എങ്കിൽ ഏറ്റവും അപകടരഹിതമായി ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ക്യാൻസറാണ്. ഓർഗൻ പ്രിസർവേഷൻ ഉൾപ്പെടെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പേഷ്യന്റിന്റെ ക്യൂർ സാധ്യതയുള്ള ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctors@kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ഐഡി. പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി എഴുതി അറിയിക്കുക. അടുത്തയാഴ്ച വീണ്ടും കാണാം ഇതേ സമയം മറ്റൊരു വിഷയവുമായിട്ട്. ബൈ.